ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടോ എന്ന് പറഞ്ഞപ്പോ കോമ്പറ്റീഷൻ നടക്കേണ്ട ഭാഗമാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ അതിന്റെ തുടർച്ചയാണ്. അപ്പൊ കാണാത്തുണ്ടെങ്കിൽ ഇന്നലെ തൊട്ട് മുമ്പിട്ടേക്കണ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇത് കാണാമെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഒരു സ്റ്റേജിന്റെ പുറകിലേക്ക് പോവാണ്. അഞ്ജലി ശ്രുതിയുടെ ചോദിക്കണ്ടേ, എന്തിനാ ശ്രുതി നീ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, പിന്നെ അത് എന്തിനാ വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയണ്ട്, അത് വേറൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അതായത് വേറൊരു പുള്ളിക്കാരത്തി അമ്മായിമ്മ വന്നിട്ട് മോനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അപ്പൊ 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങളിത് തോറ്റു തരികയാണെങ്കിൽ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് അഞ്ജലി അടുത്ത് പറയണം. അപ്പൊ അഞ്ജലി പറഞ്ഞോ, നീ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, നിന്നെയും പ്രീതിനെ പോലത്തെ മരുമക്കൾ ഞങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അഞ്ജലിക്ക് ചെറിയൊരു തല കറക്കം പോലെ വരുവാട്ടോ. അങ്ങനെ അഞ്ജലി അവിടെ ഇരുന്ന് പോകണം. അയ്യോ ചേച്ചി ഇത് എന്ത് പറ്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് എന്താണെന്നറിയില്ല, പ്ലീസ് ശ്രുതി നീ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആരെ അറിയിക്കില്ലേ, കുഞ്ഞനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി ആകെ ടെൻഷൻ അടിക്കാൻ, എന്റെ മരുന്ന് തീർന്നു പോയി, നീ ഒരു കാര്യം ചെയ്യാവോ, ഒന്നും ഇവിടെ അടുത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയണ്ട, ഞാൻ പോകാൻ ചേച്ചി. അയ്യോ നീ ഒറ്റക്ക് പോകണ്ട, ശ്യാമേട്ടപ്പോഴേക്കും ശ്യാമ അങ്ങോട്ടേക്ക് എഴുതുന്നത്, അയ്യോ എന്താ രാജകുമാരി എന്താ സംഭവിച്ചത്? ഒന്നുമില്ല ശ്യാമയുടെ ടെൻഷൻ ഒന്നും ആവണ്ട, അതെ ശ്രുതി മെഡിക്കൽ ഷോപ്പിൽ പോവാ, ശ്യാമേട്ടനെ കൂടി ശ്രുതിയുടെ കൂടെ ഒന്ന് കൂട്ടുപോകാവോ? അതിനെന്താ രാജകുമാരി, ഞാൻ പോവാലോ എന്ന് പറഞ്ഞിട്ട് ശ്യാം ശ്രുതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ, നീ വാടി, നിന്നെ ഒറ്റക്ക് കിട്ടിയ അവസരമാണെന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ശ്രുതി പറയണ്ട, വേണ്ട ചേച്ചി ഞാൻ പോയിക്കോളാം, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോ, അയ്യോ അതുകൊണ്ടല്ല ശ്രുതി, നീ ഈ സമയത്ത് ഒറ്റക്ക് പോകണ്ട, അത് ശരിയാവില്ല. അയ്യോ ചേച്ചിനെ അവിടെ ഒറ്റക്ക് നിർത്തി എങ്ങനെയാ? അതൊന്നും കുഴപ്പമില്ല, ഇത്രയും പേരില്ലേ, പിന്നെ ഞാൻ ഇവിടെ കിടന്നോളാം, നിങ്ങൾ പോയിട്ട് വാ, തൊട്ടടുത്തല്ലേ, 5 മിനിറ്റിന്റെ ആവശ്യമല്ലേ ഉള്ളൂ, പോയിട്ട് വാ, പിന്നെ ഞാനിങ്ങനെ ആയ കാര്യമൊന്നും ആർക്കും പറയല്ലേ കേട്ടോ. ശരി ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അവിടുന്ന് പോകാണ്. തൊട്ടു പിന്നാലെ നമ്മുടെ ശ്യാമും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്തലപ്പോ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, പെട്ടെന്നൊരു തലകറക്കം വന്നു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴേക്കും ആ മെഡിക്കൽ സ്റ്റോറിൽ ആ പയ്യൻ പറയുന്നുണ്ട്, ആ ചേച്ചി ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ ആ മെഡിക്കൽ സ്റ്റോറിൽ അയാൾ തെറ്റിദ്ധരിച്ചു കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ശ്യാമ എടുത്ത വൈകി പറയണ്ട, അതെ എന്ത് പറയാനാ, എനിക്ക് ഇവിടെ ഭയങ്കര കാര്യമാണ്, ഇവളുടെ കാര്യത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധയാണ്, ഗർഭിണിയായി ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മുടെ ശ്രുതി എടുത്ത വൈകി പറയണ്ട്, അതെ മാമ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തോളാം, മാമൻ ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ചേച്ചിക്കാണെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകണം. മെഡിക്കൽ സ്റ്റോറിലെ ആള് ഇങ്ങനെ ശ്യാമനെ നോക്കുമ്പോഴേക്കും ശ്യാമാകെ ചമ്മി വിളറി വെളുത്തിരിക്കാട്ടോ. അങ്ങനെ ശ്യാമും തൊട്ട് പിന്നാലെ ശ്രുതിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് സ്റ്റേജിന്റെ പുറകെ നിൽക്കുകയാണ്. എന്നാലും ശ്രുതി എവിടെ പോയെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോരമാട്ടോ. നീ കാരണമാണ് ഈ കോമ്പറ്റീഷന് തോറ്റുപോയത്, നമ്മൾക്ക് അതിന് ഫസ്റ്റ് കിട്ടേണ്ടത്, നീ കാരണം തോറ്റു എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ജയിച്ച അമ്മായിയമ്മയും മരുമകൾ അങ്ങോട്ടേക്ക് വരുവാനായിട്ട് പറയുന്നുണ്ട്, പ്രീതി നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്, നിങ്ങൾ ആ മത്സരത്തിൽ എന്താണ് പങ്കെടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്, മാത്രമല്ല ശ്രുതിയും വലിയ കാര്യം തന്നെയാണ് ചെയ്തത്, ശ്രുതി ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് അവർക്കത് വേണ്ടത് പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്, അതുകൊണ്ട് എന്റെ മോന്റെ ചികിത്സ നടക്കും, വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. പശുവിന് വല്ലാത്തൊരു വിഷമം പോലെ തോന്നുവാണ്. പാവം ശ്രുതി, അവൾ ഇത്രയും ചെയ്തല്ലോ, എന്നിട്ട് അവളെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ എന്നൊരു കുറ്റബോധം അശ്വിൻ്റെ ഉള്ളിൽ ഉണ്ടാവാട്ടോ. അശ്വിന് അപ്പൊ തന്നെ ശ്രുതിനെ കാണാൻ വേണ്ടി തോന്നുക, ശ്രുതി എവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ശ്രുതിനെ കാണുന്നില്ല. അങ്ങനെ അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്യാമിനെയും കാണുന്നില്ല. ശ്യാം ഇത് എവിടെ പോയി എന്ന് തന്നെ ആലോചിക്കുകയാണ്. തൊട്ടടുത്ത ഒരു പയ്യൻ നടക്കുന്നുണ്ടാവും. അപ്പൊ പയ്യനോട് ഇങ്ങനെ അശ്വിൻ ചോദിക്കണ്ട്, അല്ല ശ്രുതികുമാരി ലക്ഷ്മിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ, ആ പെൺകുട്ടി ഭർത്താവായിട്ട് പുറത്തു പോയാലോ? ഭർത്താവോ? ഞാൻ ആ പെൺകുട്ടി ഭർത്താവോ? സോറി കേട്ടോ, ഒരു ആളുടെ പുറത്തു പോയി, ഞാൻ ഭർത്താവായിരിക്കുമെന്ന്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത്. ശ്രുതി മരുന്ന് മേടിച്ചിട്ട് വരുവാട്ടോ. തൊട്ടു പിന്നാലെ ശ്യാമുണ്ട്. ശ്യാമാണെങ്കിൽ ശ്രുതി വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാം ഇങ്ങനെ, ശ്രുതി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ കയറി സംസാരിക്കുകയാണ്. അപ്പൊ അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നിൽക്കുകയാണ്. ശ്യാമിന്റെ മുഖമാണ് അശ്വിനെ കാണുന്നത്. അതായത് മനസ്സിലായോ? അശ്വിൻ നോക്കുമ്പോ ശ്രുതിയും ശ്യാമും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ശ്രുതിയുടെ പിൻഭാഗവും ശ്യാമിന്റെ മുൻഭാഗവുമാണ് അശ്വിനെ കാണുന്നത്. അപ്പൊ ശ്യാം ചിരിച്ചുകൊണ്ടാണല്ലോ ശ്രുതിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ്, ശ്രുതിയും ചിരിച്ചുകൊണ്ടിട്ട് കൊഞ്ചിക്കൊണ്ടിട്ടായിരിക്കും അയാളത് സംസാരിക്കണേന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കാട്ടോ. അപ്പൊ അശ്വിന് വളരെ ദേഷ്യം വരുന്നത്. അത് മാത്രമല്ല ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ചിട്ടാണ് സംസാരിക്കണത്. ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് അശ്വിൻ ചോദിക്കേണ്ടത്, നീ ഇതെവിടെയാ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ ആ ശ്യാമിന്റെ കൂടെ പുറത്തേക്ക് പോയല്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുവാട്ടോ അശ്വിൻ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി പിറ്റേ ദിവസം രാവിലെ അശ്വിന്റെ ഇങ്ങനെ മരുന്നെടുത്ത് കൊടുക്കുകയാണ് അഞ്ജലിക്ക്. അപ്പൊ അഞ്ജലി അടുത്ത് ഇങ്ങനെ ചോദിക്കണ്ട, അല്ല ചേച്ചി ഇതേതാ ഈ മരുന്ന് എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി സത്യം
പറയാണ്, അതേ കുഞ്ഞ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു. അയ്യോ ചേച്ചി എന്നിട്ട് എന്നോട് അത് പറയാതിരുന്നത്? അടുത്ത് ശ്രുതി ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായില്ല. ശ്രുതി മെഡിക്കൽ ഷോപ്പിൽ പോയി, തൊട്ടു പിന്നാലെ ശ്യാമേട്ടനും പോയി. അവൾ ഒറ്റക്ക് വിട്ടാൽ ശരിയാവില്ലല്ലോ. ഓ അപ്പൊ ശ്രുതി അളിയനും കൂടി ഇന്നലെ മെഡിക്കൽ ഷോപ്പിലാണോ പോയത്? ആ അതെ. അപ്പോഴേക്കും അശ്വിൻ വീണ്ടും അവളെ വീണ്ടും ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, ഞാൻ എന്താ ഇങ്ങനെ, അവൾ എപ്പോഴും തെറ്റിദ്ധരിക്കുക തന്നെയാണല്ലോ. പക്ഷേ എന്നാലും ശ്യാം അവളുടെ കൈ പിടിച്ചാണ് സംസാരിച്ചത്. ശ്യാം കൈ പിടിക്കുമ്പോൾ അവൾക്ക് പറയാൻ പാടില്ല, വേണ്ട എന്നെ തുടരുതെന്ന്. അവൾ അപ്പോൾ ഒന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല. അന്ന് ആ കല്യാണത്തിന് തലേ ദിവസം ശ്യാം അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് പറയായിരുന്നല്ലോ എന്നെ കെട്ടിപ്പിടിക്കണമെന്ന്, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അപ്പൊ അവളുടെ ഭാഗത്തും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ അശ്വിൻ വീണ്ടും ചിന്തിച്ചു കൂട്ടുവാട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ കയറി പിടിക്കണ ഭാഗമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അശ്വിന്റെ ഈ മനസ്സിലുള്ള ഈ പിണക്കമൊക്കെ മാറുകയും ചെയ്യും കേട്ടോ. എന്ത് പറയാനാ, അശ്വിന്റെ ആ പിണക്കൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ നോക്കും, ഇങ്ങനെ മാറാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേക്കും ശ്യാം വീണ്ടും അതിന്റെ ഇടയിൽ കയറി കളിക്കണോണ്ടാണ് അശ്വിനെ തെറ്റിദ്ധാരണ മാറത്ത്. പക്ഷെ എന്നാലും അശ്വിനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും സംശയരോഗമല്ല കേട്ടോ. അത് മനസ്സിൽ എന്തുകൊണ്ടിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്, ആ ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷന്റെ ഇടയിൽ അശ്വിൻ ഈ കാര്യം ശ്രുതിയെടുത്ത് തുറന്ന് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തുകൊണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇത്രമാത്രം വേദന അനുഭവിപ്പിക്കേണ്ടത്, ഞാൻ നിന്നെ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം എന്താണെന്ന് അശ്വിൻ തുറന്നു പറയാൻ പോണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ ശ്യാം ഇടയിൽ കയറി വരുന്നത് കൊണ്ട് തന്നെയാണ് അശ്വിൻ അത് അപ്പോഴും അത് പറയാതിരിക്കണത്. അപ്പൊ ഈ കോമ്പറ്റീഷൻ ഇത്ര ഉള്ളൂ കേട്ടോ. ആകെ ഈ മത്സരങ്ങൾ ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് പിന്നെ നോർമൽ പോലത്തെ ദിവസങ്ങൾ തന്നെയാണ്. അശ്വിനും ശ്രുതിയും പിന്നെയും വഴക്കും, പിന്നെയും അവർ തമ്മിലുള്ള ആ ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മനോരമ മനസ്സിലാക്കുന്നുണ്ട് പ്രീതി ശരിക്കും പറഞ്ഞാൽ തോറ്റു കൊടുത്തത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നിട്ടും മനോരമ പ്രീതിനെ സമ്മതിക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയും പ്രീതിനെ പോലത്തെ ഒരു മരുമകളെ കിട്ടിയത് മനോരമയുടെ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ പോലും മനോരമ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. നാളൊരു സമയത്ത് ആർക്കെങ്കിലും ബ്ലഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവിടെ എന്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്തോണ്ട് പോകും. അതെ, കീറസാരിക്കാരുടെ ചേച്ചി എന്റെ ശരീരത്തിലെ ബ്ലഡ് ഒന്നും എടുക്കല്ലേ കേട്ടോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം മനോരമ അപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിട്ടാണ് അവിടെ നിന്ന് പോണത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അശ്വിൻ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറയാണ് അശ്വിൻ തന്നെത്താനെ, എന്നാലും ശ്രുതി നീ, എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ ഞാൻ അന്ന് കണ്ട കാഴ്ചകൾ എന്തായിരുന്നു, എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്റെ സ്വപ്നമാണോ? അല്ല, ഒരിക്കലും അത് സ്വപ്നമല്ല, അത് സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം. ശ്യാമിന് നിന്നോട് വല്ലാത്ത പ്രണയവും ഒക്കെ ഉണ്ട്. എന്റെ ചേച്ചിനെ ഒഴിവാക്കിയിട്ട് ശ്യാം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ നീ ഒരിക്കലും ആ രീതിയിൽ ശ്യാമിനോട് ഇടപെട്ടിട്ടില്ല. പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിന് കാരണം എന്താണ് എന്നൊക്കെ അശ്വിനി ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കുവാട്ടോ. ആ സമയത്ത് ശ്രുതിനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അന്ന് ശ്യാം കെട്ടിപ്പിടിച്ച രംഗം ആലോചിച്ചിട്ട് പിന്നെയും അശ്വിന്റെ ദേഷ്യം കൂടി വരുവാണ്. എന്തായാലും അടുത്ത ആഴ്ചത്തെ ഭാഗങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ എപ്പിസോഡ് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡും പിന്നെ ഇന്നലെ പറഞ്ഞ ആ ഒരു എപ്പിസോഡും കൂടിയിട്ടാണ് ഈ ആഴ്ച നടക്കാവുന്ന ഭാഗങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.